നമുക്കെല്ലാവർക്കും സ്കൂൾ ഗ്രൂപ്പുകളും അതുപോലെ കോളേജ് ഗ്രൂപ്പ് നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുകയും അതുപോലെ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്, അവിടെയൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാവും. മൊബൈലിൽ ഓരോരുത്തർക്കും ഉണ്ടാവും ഒരു 4-5 ഗ്രൂപ്പ്. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രൂപ്പിലുള്ള എല്ലാവരും നമ്മൾ ഒരുമിച്ച് കാണാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ വിരളമായിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കൂട്ടുകാരുടെയൊക്കെ മക്കളുടെ കല്യാണവും മറ്റുമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ വീട് പാലുകാഴ്ച അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ 10ാം ക്ലാസ് ബാച്ചിലെ ഗീതാനന്ദിനിയുടെ മോളുടെ മാരേജിന് തലേന്ന് ഞങ്ങൾ പോയതാണ് കേട്ടോ. കല്യാണത്തിന് അന്ന് പോകാൻ ഈ വന്ന ഒരു 7-8 പേർക്ക് തന്നെ അതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ തലേന്ന് പോയി. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിൽ കുറേ പേരുണ്ട്, 10-25 പേരുണ്ട്. എല്ലാവരും കല്യാണത്തിന് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് പേർക്കേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് കല്യാണപ്പെണ്ണിനെയൊക്കെ കണ്ടു, കുഞ്ഞിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഫോട്ടോ എടുക്കുന്ന മെയിൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് തന്നെ. പിന്നെ ഇതുപോലെ യൂട്യൂബും ഫേസ്ബുക്കും ഉള്ള എന്നെപ്പോലെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നതും കൂട്ടുകാരെ ഒന്ന് കാണുന്നതിലൊക്കെ ഉള്ള മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. എന്തായാലും കുറച്ച് നേരം ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അടിച്ച് കൂട്ടുകാരോടൊക്കെ കുറച്ച് സൊറ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. ഇനി അധികം നേരം നിന്നാൽ ഒരുപാട് ലേറ്റാവും. അപ്പോൾ ഞങ്ങൾ പോവാണ്.